ഹലോ എവരിവൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിന്റെ പ്രൊഫഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 50/2025 ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ഒരു എക്സാം ആയിരുന്നു. അത് ഓർത്ത് വെച്ചിരിക്കുക. ഡിഗ്രി പ്രിലിംസിന്റെ അതേ മാതൃകയിലായിരുന്നു നമുക്ക് GK പോർഷൻസ് വരുന്നത്. പക്ഷെ മാർക്കിന്റെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. 15 ക്വസ്റ്റ്യനെ ഉണ്ടായിരുന്നുള്ളൂ ഏത് GK പോർഷൻ എന്ന് പറയുന്നത്. അത് അപ്പം നിങ്ങൾ ഡിഗ്രി പ്രിലിംസുകാർ എന്തായാലും നോക്കിയിരിക്കേണ്ട ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ 15 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ എല്ലാ ആൻസേഴ്സും പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ആൻസർ ചേഞ്ചുകളൊന്നും നമുക്ക് വന്നിട്ടില്ല. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. കറക്റ്റ് ആയിട്ട് അത് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഡിവിഷണൽ അക്കൗണ്ടിന്റെ എക്സാം സീരിയസ് ആയിട്ട് ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത എക്സാം എഴുതിയിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആൻസേഴ്സ് പ്രൊഫഷണൽ ആൻസർ കീയുമായിട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിത്തിൻ 5 ഡേയ്സിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, PSCക്ക് അത് അറിയിക്കുക കേട്ടോ. ഫൈനൽ ആൻസർ കീ വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് ബേസ് ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 15 ക്വസ്റ്റ്യൻസ് ആയിരുന്നു GK നിന്നും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ നിന്നും 15 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ മാത്സിൽ നിന്നുമായിരുന്നു 40 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് മാത്സ് അത്യാവശ്യം വേറൊരു സിലബസ് തന്നെയാണ് നമുക്കുള്ളതും. അതുപോലെ തന്നെ ഇല്ലാത്തതായിട്ടുള്ള കുറേ സബ്ജക്ട്സ്, കുറേ ടോപ്പിക്സുകൾ മാത്സിനകത്തുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക. അപ്പം നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളൊന്ന് ഇനി വരുന്ന പ്രിലിംസുകാർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 15 GK ക്വസ്റ്റ്യൻസ് മറക്കാതെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.